മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാകുന്നു. സമരം ശക്തമാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാകുന്നു. സമരത്തിന്റെ 33-ാം ദിവസം ജനകീയ സമരസമിതി രാഖം ജംഗ്ഷനിൽ നിന്നും കരോട അണ്ടർപാസ് വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സമരം ശക്തമാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ജാതിമത ഭേദമന്യേ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് വിവിധ പാർട്ടി നേതാക്കൾ എത്തി പിന്തുണ അറിയിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുവെങ്കിലും ഇതുവരെയായും നടപടി സ്വീകരിച്ചില്ലെന്ന് സമരസമിതി പറയുന്നു. ആശുപത്രി, രജിസ്ട്രാർ ഓഫീസ്, ബാങ്ക്, റേഷൻ കട, മീൻ മാർക്കറ്റ്, സ്കൂൾ, കോളേജ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടന്നാണ് പോകേണ്ടത്. പന്തം കൊളുത്തി പ്രകടനത്തിന് സമരസമിതി ഭാരവാഹികളായ ജബ്ബാർ ബഹ്റൈൻ, എസ് എം ബഷീർ, സക്കറിയ, അബൂബക്കർ സിദ്ദിഖ്, നായനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.